റാംബോ ആണ് കേട്ടോ. കണ്ടില്ലേ അമ്മ എനിക്ക് കോംബ് ചെയ്ത് തരുന്നേ. ഡെയിലി എനിക്ക് അമ്മ കോംബ് ചെയ്ത് തരും കേട്ടോ. പക്ഷേ ഇന്നലെ വേറെ സ്ഥലത്തിരുന്നാണ് കോംബ് ചെയ്തത്. രാവിലെ മുതൽ അമ്മയും ചേച്ചിയും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ എന്തോ സംശയം തോന്നി. ഇപ്പൊ സ്ഥലം മാറിയിരുന്ന് കോംബ് ചെയ്യുന്നു. എന്താണെന്ന് ഞാൻ ഒത്തിരി നേരം ആലോചിച്ചു. ഇതിന്റെ എന്താ പിന്നിൽ? ഒരു ബേസിനുണ്ട്, ബക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്, എനിക്ക് ആ ചതി മണത്തു. എന്താണെന്നറിയോ, അവരെന്നെ കുളിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഞാനിനി ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ അവർ കോംബ് ചെയ്തു. എന്നെ എടുത്ത് ഇപ്പോൾ ടബിലിടും കേട്ടോ. എനിക്കവിടെ ഒരു ടോയ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ടോയ് വെച്ച് കളിക്കാനായിരിക്കും. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്നെ കുളിപ്പിക്കാനാണെന്ന്. പക്ഷെ എന്തിനാ ഈ വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇല്ല ഗൈസ്, എനിക്ക് തോന്നിയതല്ലായിരുന്നു. എന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു. ദൈവമേ, അയ്യോ എന്റെ അമ്മേ, എന്തൊരു തണുപ്പായത്. ദൈവമേ, ചെറു ചൂട് വെള്ളമാണ് അമ്മ എന്റെ ദേഹത്ത് ഒഴിച്ചത്. പക്ഷെ എന്നാലും എനിക്കെന്തോ ഐസ്ലാൻഡിൽ പോയതുപോലെ തോന്നി. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഞാനിതാ തണുത്ത് വിറച്ചു ഗൈസ്. എന്നെ കളിപ്പിക്കാൻ വേണ്ടി 2 ടോയ്സ് ഒക്കെ അതിനകത്ത് ഇട്ട് തന്നു. പക്ഷെ അതിൽ വല്ല കാര്യമുണ്ടോ? ഞാൻ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഗൈസ്. പക്ഷെ അമ്മേനെ വിട്ടില്ല. അമ്മേനെ അവിടെ പിടിച്ചു നിർത്തി. വെള്ളമെല്ലാം ഒഴിച്ചു. അതിനുശേഷം കുറച്ച് ഷാമ്പു എടുത്തു ഗൈസ്. ഷാമ്പു ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് എനിക്ക് അന്ന് മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. അന്ന് അൺബോക്സ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഗൈസ്? അതിലൊരെണ്ണം ഷാമ്പു ആയിരുന്നു. അമ്മ ഷാമ്പു എല്ലാം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് എന്റെ ദേഹത്തെല്ലാം തേക്കാൻ പോവാണ് ഗൈസ്. ഈശ്വര, ഈ വെള്ളമൊക്കെ വീണ് എന്റെ ഗ്ലാമറൊക്കെ പോയി. എനിക്ക് അതിലാണ് സങ്കടം. ഞാനിപ്പോൾ ഒരു പട്ടിയല്ല ഗൈസ്, ഒരു നനഞ്ഞ കോഴിക്കുഞ്ഞാണ്. കോഴിക്കുഞ്ഞ് എന്ത് ഭംഗിയായിട്ട് ഞാൻ ഇരുന്നതാണ്. ഞാൻ ഇപ്പൊ കോഴിക്കുഞ്ഞൂടെ ആയിരുന്നു. ഈശ്വര, എന്റെ ഗ്ലാമർ ഞാൻ എന്റെ ആരാധകരോട് എന്ത് പറയും ഗൈസ്? നിങ്ങൾ തന്നെ പറയൂ, ഇത് ചതിയല്ലേ? ചതി എന്നോട് ചോദിക്കാതെ എന്നെ കുളിപ്പിക്കുന്നത് ചതിയല്ലേ ഗൈസ്? ഇടയ്ക്കിടയ്ക്ക് അമ്മ വെള്ളമൊക്കെ മാറ്റുന്നുണ്ട്. ഷാമ്പൂ ഒക്കെ ഒഴിച്ച് തേക്കുവാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഞാനിങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷാമ്പിന് നല്ല മണമായിരുന്നു കേട്ടോ. മണം കൊള്ളാം, അത് സൂപ്പറായിരുന്നു. നമ്മതാ അതിനുശേഷം ഷാമ്പൂ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ എന്നെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാൻ ഞാൻ വിചാരിച്ചു ഷാമ്പൂ ഇട്ട് തന്നെ വെറുതെ വിട്ടില്ല. ഷാമ്പൂ ഇട്ട് അതിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കേട്ടോ. അന്ന് ഇറങ്ങിച്ചാടാൻ, സ്പൈഡർമാനെ പോലും ഇറങ്ങിച്ചാടാൻ ശ്രമിച്ചെങ്കിലും ആ ഷാമ്പൂവിന്റെ ഇതൊന്നും നടന്നില്ല ഗൈസ്. ഞാൻ എന്നെ തന്നെ സ്പൈഡർമാനായിട്ട് സങ്കല്പിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ നിന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അമ്മ വെള്ളം മാറ്റി എന്റെ ദേഹത്തുള്ള ഷാമ്പൂ ഒക്കെ എടുത്ത് കളഞ്ഞു ഗൈസ്. എന്റെ എല്ലായിടത്തും ഷാമ്പൂ തേച്ചു കേട്ടോ. അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്റെ ചെവിയിലും കണ്ണിലൊന്നും വെള്ളം പോവാണ്ടും ഷാമ്പൂ പോവാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ നോട്ട് ചെയ്തു. അമ്മയ്ക്കപ്പം എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, എന്റെ ഗ്ലാമറൊക്കെ പോയി. അതാണ് എന്റെ ഒരു സങ്കടം. അങ്ങനെ ഇത്രയും നേരത്തെ പാടിന് ശേഷം അമ്മ എന്നെ നല്ലോണം ഒരു ടവൽ വെച്ച് ട്രൈ ചെയ്തിട്ട് ചെവിക്കകത്തും കണ്ണും അങ്ങനെ എല്ലാ സ്ഥലവും തുടച്ച് നല്ല നീറ്റാക്കി. ഇപ്പൊ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഈ കുളിച്ചിറങ്ങിയപ്പോ നല്ലൊരു ഉറക്കത്തിന്റെ മൂടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കയ്യിലിരുന്ന് അമ്മ കോമ്പൊക്കെ ആയിട്ട് വരികയാണ്. ചേച്ചിതാ പറഞ്ഞു നന്നായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടപ്പോ എനിക്കൊരു സമാധാനമായി. ഇപ്പൊ കുറച്ച് ഗ്ലാമറൊക്കെ വെച്ചു കേട്ടോ. അമ്മ പിന്നെയും കോംബ് ചെയ്യാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം പിന്നെ കോംബ് ചെയ്യാണ്. ഞാൻ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ തന്നെ എടുത്ത് കോംബ് ചെയ്യാണ്. അപ്പൊ കോംബ് ചെയ്തതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ബൈ.